എന്താണ് ഈ ദൈവത്തിന്റെ വിശ്രമം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ വിശ്രമത്തെ പഴയ നിയമത്തിൽ ഒറ്റ വാക്കിൽ വിളിച്ചിരിക്കുകയാണ്. ആ വിളിച്ചിരിക്കുന്ന വാക്കാണ് സാബത്ത്. 6 ദിവസം അധ്വാനിക്കുന്ന മനുഷ്യൻ 7-ാം ദിവസം തന്റെ അധ്വാനത്തിൽ നിന്ന് വിരമിക്കുക, 7-ാം ദിവസം സാബത്ത് ആചരിക്കുക. സാബത്ത് ദിവസത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ഈശോ സാബത്ത് ദിവസത്തിൽ ചെയ്തിട്ട് ശാബത്തിനെ ലംഘിക്കുകയാണ്. ശാബത്തിൽ ശിഷ്യന്മാരും ഈശോയും കൂടെ വെള്ളഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ കതിര് പറിച്ചു തിന്നുകയാണ്. അത് സാബത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. കിടപ്പ് രോഗിയായവനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അത് സാബത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. വരണ്ട കൈയുള്ളവനെ സുഖപ്പെടുത്തിയത് എന്നാണ്? സാബത്ത് ദിവസത്തിലാണ്. അത് സാബത്ത് ദിവസത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിതാവായ ദൈവം പഴയ നിയമത്തിൽ കൊടുത്ത കൽപ്പനയാകുന്ന സാബത്ത് പുത്രനായ യേശുക്രിസ്തു വന്ന് പുതിയ നിയമത്തെ ലംഘിച്ചു എന്നാണോ പറയേണ്ടത്? അല്ല. എന്താണ് ദൈവം സാബത്ത് നൽകിയപ്പോൾ ഉദ്ദേശിച്ചത്? അത് മനുഷ്യനിലൂടെ നടക്കുന്നില്ല. ദൈവം കൊടുത്ത കൽപ്പനയാകുന്ന സാബത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ മനുഷ്യൻ അനുവർത്തിക്കുന്നില്ല. മനുഷ്യൻ സാബത്ത് എന്ന മതാചാരം കൊണ്ടാടുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ കലുഷിതമായ മനസ്സിനോ പ്രശ്നകലുഷിതമായ ജീവിതത്തിനോ ഒരു വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് സാബത്തിന് പുതിയ മാനം കൊടുത്ത് സാബത്ത് തന്നിൽ പൂർത്തീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരു വലിയ സ്വസ്ഥത നമുക്ക് തന്നിരിക്കുകയാണ്. ഇതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ സാബത്തിനും കർത്താവാണ്. ഹല്ലേലൂയ.